ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ ക്രിമിനൽ രാഷ്ട്രീയ ആക്രമണത്തിന് ഉമ്മൻചാണ്ടി ഇരയായിരുന്നതായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി MP. വലിയ ആരോപണങ്ങൾ നേരിട്ട സമയത്തും ഒരു മോശം പരാമർശം ഉമ്മൻചാണ്ടി ഇതേക്കുറിച്ച് നടത്തിയിട്ടില്ലെന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. കോട്ടയം പുതുപ്പള്ളി പള്ളിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനവും വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നും ആൾക്കൂട്ടത്തിന്റെ നടുവിലായിരുന്ന ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികവും അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന കോട്ടയം പുതുപ്പള്ളി പള്ളിയിൽ വലിയൊരു ജനാവലിയുടെ മധ്യത്തിലാണ് നടന്നത്. രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് മലങ്കര ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പ്രധാന കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിൽ ധൂപപ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അനുസ്മരണ സമ്മേളനം ആരംഭിച്ചത്. ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ആദ്യം ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പുഷ്പചക്രം സമർപ്പിച്ചു പ്രാർത്ഥിച്ചു. ഉമ്മൻചാണ്ടിയുടെ മകനും പുതുപ്പള്ളി MLAയുമായ അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല, കേരളത്തിന്റെ ചുമതലയുള്ള AICC അംഗം ദീപാദാസ് മുൻഷി, കോട്ടയം DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് തുടങ്ങിയവരും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം പുതുപ്പള്ളി പള്ളിയിലുമെത്തി പ്രാർത്ഥന നടത്തി. പിന്നാലെയാണ് പുതുപ്പള്ളി പള്ളിയോട് തന്നെ ചേർന്ന പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ അനുസ്മരണ സമ്മേളനത്തിലും രാഹുൽ ഗാന്ധി പങ്കെടുത്തത്. ഉമ്മൻചാണ്ടിയെപ്പോലെ അതിരൂക്ഷമായ ക്രിമിനൽ രാഷ്ട്രീയ ആക്രമണത്തിനിരയായ മറ്റൊരു വ്യക്തിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരിക്കലും ന്യായീകരിക്കാനാവാത്ത വിധത്തിലുള്ള ആരോപണങ്ങൾ നേരിടുന്ന സമയത്തും തനിക്കെതിരെ സംസാരിച്ച ഒരാളെക്കുറിച്ചും ഉമ്മൻചാണ്ടി മോശം പരാമർശം നടത്തിയിട്ടില്ല എന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. 21 വർഷത്തെ തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇത്രമാത്രം തന്നെ സ്വാധീനിച്ച മറ്റൊരു രാഷ്ട്രീയ നേതാവില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. എല്ലാ അർത്ഥത്തിലും തന്റെ ഗുരുവായിരുന്ന ഉമ്മൻചാണ്ടി നന്മയുടെ സന്ദേശം കൈമാറി പലരുടെയും ഗുരുവായി മാറി. ഉമ്മൻചാണ്ടിയെപ്പോലുള്ള യുവ രാഷ്ട്രീയ വ്യക്തിത്വങ്ങളെ സൃഷ്ടിക്കുക എന്നത് ഏവരുടെയും ഉത്തരവാദിത്തമാണെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. Because in my 21 years of political life, one of the masters of politics of feeling was Ummenchandi ji. I literally saw him, and maybe a lot of people in Kerala will not understand this because they did not see him from inside. I literally saw him kill himself for the people of Kerala. And I remember when I came on, I think it was the Bharat Jodo Yatra, and everybody had said, the doctors had told me, everybody had said Ummenchandi cannot walk in the yatra. And I went to tell him, I said, listen, you cannot walk. And he refused. KPCC നടപ്പിലാക്കുന്ന സ്മൃതിതരംഗം പദ്ധതിയിലൂടെ 3 കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയയ്ക്കുള്ള സഹായം, ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നൽകുന്ന 11 വീടുകളുടെ താക്കോൽദാനം എന്നിവയും ചടങ്ങിൽ രാഹുൽ ഗാന്ധി നിർവഹിച്ചു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. കാതോലിക്ക ബാവ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷൻ മാർ തോമസ് തറയിൽ, ജോസഫ് മാർ ബർണബാസ് തിരുമേനി, സായിദ് സാദിഖലി ശിഹാബ് തങ്ങൾ, ശിവഗിരി മഠത്തിലെ സ്വാമി വീരേശ്വരാനന്ദ, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICC അംഗം KC വേണുഗോപാൽ, KPCC വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ് MLA, MP മാർ, വിവിധ മണ്ഡലങ്ങളിലെ MLA മാർ, വിവിധ ഘടകകക്ഷി നേതാക്കൾ, മത സാമുദായിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. മഴയടക്കമുള്ള പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ചും നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് ആളുകളാണ് 2ാം ചരമവാർഷിക ദിനത്തിൽ പുതുപ്പള്ളി പള്ളിയിലേക്കും എത്തിയത്. ACV ന്യൂസ്, കോട്ടയം.